ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നിങ്ങളെന്താ സ്വപ്നം കാണുകയാണോ? എന്താണ് വേണ്ടത്? അല്ല, ജഗന് ജോലി കൊടുക്കരുതെന്ന് പറയാൻ കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് ആരാ വിളിച്ചത്? ആരാണെന്നൊന്നും അറിയില്ല, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഓ, ഒരു സ്ത്രീ ശബ്ദം. സ്വന്തം ചോര പറഞ്ഞ മോൻ ചെയ്ത കടുങ്കയോർത്ത് നിന്റെ അച്ഛൻ വിങ്ങി പൊട്ടുന്നത്. ഇത് കണ്ണീരല്ലട, ഒരച്ഛന്റെ ചങ്ക് പൊടിഞ്ഞ ചോര. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. വാ മാധവേട്ട. അല്ലെങ്കിൽ തന്നെ പ്രകാശിന് ഒരു കാലത്തും ഗതി പിടിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. കുടിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ പ്രായത്തില് ഇനി ആര് ജോലി കൊടുക്കാനാ? ഇത് ഞാൻ മീൻ കാശെണ്ണി കൊടുത്ത് വാങ്ങിയ എന്റെ ചുരുക്ക. അയ്യോ, അവളോട് കുടംപൊള്ളിയിട്ട് വറുത്തരച്ചു വെക്കാൻ കൂടി പറഞ്ഞില്ലല്ലോ. ദൈവമേ, വച്ചിട്ട് വേണം മണപ്പിച്ച ആൾക്കാരൊക്കെ ഒന്ന് കൊതിപ്പിക്കാൻ. ഡേ, അതെ, ഈ മാനേജർ ആയിരിക്കുന്നേ. ആ ശരി സർ. ആരാ? എന്താ? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്ത് ജോലി അറിയാം? ഇവിടെ ഇപ്പോ ഉള്ളത് ഒരു ഡ്രൈവറുടെ വേക്കൻസിയാ. അത് മതി സർ. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ആ ഉണ്ട് സർ. അല്ല, നമ്മുടെ പേര് നിതിൻ എന്നല്ലേ? അതെ. എന്നെ അറിയോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. ആ, അത് ശരി. സോറി, തനിക്കിവിടെ ജോലിയില്ല, പൊയ്ക്കോ. അതെന്താ സർ അങ്ങനെ? അല്ല, ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് വേറെ ആളായി, അതാ. സർ, ശമ്പളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. എടോ, തനിക്കിവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞില്ലേ? ആദ്യം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, ഉടനെ തന്നെ പറയുന്നു ഇല്ലാന്ന്. അതെന്താ കാരണം? തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അതിന് ഇവിടെ ആളായത് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞ ഉടനെ ആളായെന്നും പറഞ്ഞു. എന്താ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? താനെന്തോ മനുഷ്യനെ കളിയാക്കുന്നോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞതിന് ടൂൾസ് ഒക്കെ എടുക്കുന്ന എന്തിന്? എന്നെ ഒന്നും ചെയ്യല്ലേ. ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ജോലി തരാത്തത്. ജഗന് ജോലി തരരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? എടാ, ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ആരാണ് എനിക്ക് ജോലി തരണ്ടെന്ന് പറഞ്ഞത്? പറയടോ. കുറുപ്പ് സാറിന്റെ മകനല്ലേ? അതെ. അവിടുന്ന് പറഞ്ഞു ജഗൻ ജോലി അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്, കൊടുക്കരുതെന്ന്. അല്ലാതെ ജഗനോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. ആരാ ഇപ്പൊ പോയത്?
ഇവിടെ വഴക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ മാറി നിൽക്കായിരുന്നു. കടയല്ലേ, ഇതുപോലെ ഓരോന്നും ഒന്ന് കേറിക്കോളും. കുട്ടിക്ക് എന്താ വേണ്ടത്? അല്ല, അയാള് ജോലി അന്വേഷിച്ചല്ലേ വന്നത്? ആ, നിങ്ങൾ ജോലി കൊടുക്കാന്നും പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ വഴക്കൂടിയത്? സംഗതിയൊക്കെ ശരി തന്നെയാ. ഇവിടെ ഡ്രൈവറുടെ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷെ ജഗന് ജോലി കൊടുക്കരുതെന്ന് കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുക. കുറുപ്പ് സാറിനെ ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്താ ഈ കടയുടെ ലൈസൻസ് തന്നെ ചിലപ്പോ ഇല്ലാതാക്കി കളയും. അച്ഛനെ തിരിച്ചു വിളിക്കാൻ വാശി അനുവദിക്കുന്നില്ല അല്ലേ? വാശി നല്ലതാ, പക്ഷേ കൺപോളകളിലുള്ള ഈ നനവിൽ അച്ഛനോടുള്ള ജഗന്റെ സ്നേഹം കാണാം. ഹലോ, നിങ്ങളെന്താ സ്വപ്നം കാണുകയാണോ? എന്താണ് വേണ്ടത്? അല്ല, ജഗന് ജോലി കൊടുക്കരുതെന്ന് പറയാൻ കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് ആരാ വിളിച്ചത്? ആരാണെന്നൊന്നും അറിയില്ല, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഓ, ഒരു സ്ത്രീ ശബ്ദം അല്ലേ? അതെ. ഒന്നുമില്ല, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. ഹലോ, ഒന്നും വാങ്ങുന്നില്ലേ? പോടും. കുളിക്കുക, ഇതാ അവസരം. നിരഞ്ജനോട് അല്പം സംസാരിക്കണം. അവൻ ആരാണ്, എന്താണെന്നൊക്കെ എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല. അച്ഛമ്മയുടെ വാക്കിന്റെ ബലത്തിലാണല്ലോ നിരഞ്ജൻ ഇവിടെ കഴിയുന്നത്. അവർക്ക് മാത്രമല്ല, എനിക്ക് നിരഞ്ജൻ ഇവിടെ നിൽക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല. അതറിയാം. വിക്രമിനെ പേടിച്ച് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? അതെ, നിങ്ങൾ അനാഥാലയത്തില് ഒരുമിച്ച് വളർന്നു എന്നല്ലേ എന്നോട് പറഞ്ഞേ? അനാഥാലയത്തിൽ നിന്നും എപ്പോഴാ പുറത്തിറങ്ങിയേ? മാനത്തെ കൊട്ടാ